അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാലത്തിന് ശേഷം സൗദിക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്രാവശ്യം ദമാമിലേക്കാണ് പോണത്. ഹസ്ബൻഡിൻ്റെ വർക്ക് ഇപ്പോൾ ദമാമിലാണ്. അതുകൊണ്ട് ഞങ്ങൾ റിയാദിൽ നിന്ന് ഇപ്പോൾ ദമാമിലേക്ക് മാറി. 10:30ക്കാണ് ഫ്ലൈറ്റ്. ഇൻഡിഗോ എയർലൈൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഒരു 6 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇതെൻ്റെ മോളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എനിക്ക് എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. അവൾക്കിപ്പോൾ 10 മാസമായിട്ടുള്ളൂ. അങ്ങനെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഇനി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അകത്ത് കയറിയിട്ട് വേണം മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ബോർഡിങ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ കുട്ടികളായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രയോറിറ്റി ഉണ്ട്, ഫ്രണ്ടിൽ തന്നെ കയറാൻ പറ്റും. പിന്നെ വീൽ ചെയർ സ്ട്രോളേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ അത് അവർ കളക്ട് ചെയ്യും. കുറച്ച് നേരം നമ്മളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് മോൾ ഉറങ്ങിയപ്പോൾ കുറേ നേരം എടുത്ത് നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്ട്രോളറിൽ കിടത്തി. പിന്നെ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ അവരത് കളക്ട് ചെയ്ത് വെക്കും. ऑक्सीजन मास्क आपकी कुर्सी के ऊपर लगे पैनल से अपने आप नीचे आ जाएंगे। आप अपनी कुर्सी पर बैठे रहें और ऑक्सीजन का प्रवाह शुरू करने के लिए ऐसे अपनी ओर खींचें और नाक और मुंह. കുറച്ച് നേരം മോള് കിടന്ന് ഉറങ്ങി. പിന്നെ അവൾ ഉണർന്നു. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നിബ്ലറിലാക്കിയിട്ട് അവൾക്ക് കൊടുത്തു. പിന്നെ പിന്നിലൊരു ചേച്ചിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ ആ കളിയൊക്കെ കുറച്ച് നേരം ഉണ്ടായുള്ളൂ. പിന്നെ അവൾ കരച്ചിൽ തുടങ്ങി. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. എന്ത് കാട്ടിയിട്ടും അങ്ങോട്ട് നിർത്തണില്ല. അങ്ങനെ കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവളെടുത്ത് നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ സീറ്റിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചിട്ടായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കരഞ്ഞ് അങ്ങനെ ഉറങ്ങി. ഞങ്ങൾ ദമാമിൽ എത്തി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും ഹെന്ന കോൺസ് പർച്ചേസ് ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെന്ന കോൺസൊക്കെ വേണമെങ്കിൽ നാട്ടിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അവിടെ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മെഹന്തി വർക്കാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫറ മെഹന്തി എന്നാണ്. അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.